കൊല്ലം കല്ലുവാതുക്കലിലെ സ്കൂൾ കുട്ടികൾക്ക് അതും LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ശിവൻകുട്ടി അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ടി വന്നു. അതായത് അന്വേഷിച്ചങ്ങ് തിരുവനന്തപുരത്ത് ചെന്നെന്ന് തോന്നുന്നു. ഈ കല്ലുവാതുക്കൽ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി അപ്പൂപ്പനെ കാണാനൊരു കാര്യമുണ്ടായിരുന്നു. ഓണത്തിന് അവർക്കൊരു വേദി വേണം, എവിടെയെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ ഓണക്കളികളൊക്കെ നടത്താനൊക്കെ ആയിട്ട് ഓണത്തിനൊരു വേദി വേണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. മന്ത്രി അപ്പൂപ്പനെ അവർക്ക് ഉറപ്പ് കൊടുത്തു, വേദി നൽകാം. അവസാനം മന്ത്രിക്ക് ഒരു ഓണക്കോടിയൊക്കെ കൊടുത്ത കുട്ടികൾ, LP സ്കൂളിലെ കുട്ടികളാണ് അവർ കല്ലുവാതുക്കലിലേക്ക് സന്തോഷമായിട്ട് മടങ്ങിപ്പോയി. ഋന്നുശ്രീധരൻ്റെ റിപ്പോർട്ടാണ് അതിനെക്കുറിച്ച്. കൊല്ലം ജില്ലയിലെ കല്ലുവാതിൽക്കൽ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കുട്ടിക്കൂട്ടമാണ് എന്നോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അല്പനേരം മുമ്പ് അദ്ദേഹവുമായി സംവദിച്ചതിന് ശേഷം ആ സന്തോഷം 24-നോട് പങ്കിടാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കുട്ടികൾ. എന്തായാലും ഇവർ ചില ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയോട്, മന്ത്രി അപ്പൂപ്പനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പരിഹരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദക്ഷിണമോളിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദക്ഷിണയാണ് ഒരാവശ്യം ഉന്നയിച്ച് മന്ത്രി അപ്പൂപ്പൻ ഒരു കത്ത് എഴുതിയത്. എന്താവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്? നാടകം കളിക്കാൻ വേണ്ടി ഒരു പൊതുവേദി വേണമെന്ന് ആണ് ആഗ്രഹിച്ചത്. എന്താ നിങ്ങളുടെ നാടകം? ലഹരി വിരുദ്ധ നാടകം. ലഹരി വിരുദ്ധ നാടകം. ഓക്കെ, അപ്പോൾ മന്ത്രി അപ്പൂപ്പൻ എന്താ പറഞ്ഞേ? ഓണക്കാലത്ത് നമുക്ക് കളിക്കാമെന്ന് വേദി നൽകാമെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ എന്ത് സമ്മാനം മന്ത്രി അപ്പൂപ്പന് കൊടുത്തേ? മുണ്ട്. ഓണക്കോടി കൊടുത്തു. ഓണക്കോടി കൊടുത്തു. സന്തോഷമായോ അപ്പൂപ്പന്? നിങ്ങൾക്ക് എന്ത് തന്നു? ഞങ്ങൾക്ക് മിഠായി തന്നു. ഹാപ്പിയാണ്. ഈ ലഹരിക്കെതിരായിട്ടുള്ള കല്ലുവാതിൽക്കൽ നമുക്കറിയാം വലിയൊരു മദ്യദുരന്തം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളിൽ ഒരു നാടകം ഇവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അത് കളിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു പൊതുവേദി വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അവർ ഈ നാടകം പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ തന്നെ അനധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ടീച്ചറെ, എന്താണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം? അനിൽ കാരറ്റ് എന്ന് പറയുന്ന പ്രശസ്ത നാടക സംവിധായകനാണ് ഈ നാടകം പഠിപ്പിച്ചത്. അത് സ്പോർട്സിൽ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് അവൻ്റെ കരിയർ എല്ലാം നശിച്ച് ഒളിമ്പിക്സിൽ വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു മോൻ അവൻ്റെ ജീവിതം വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും തിരിച്ച് അവൻ ഇത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു തീമാണ്. ഓക്കെ, ഇവർ എന്തായാലും നന്നായിട്ട് ഈ നാടകമൊക്കെ പരിശീലിച്ചിട്ടുണ്ടോ? വളരെ നന്നായി കളിച്ചിട്ടുണ്ട്. സാറ് 3 ദിവസം ശില്പശാലയാണ് നടത്തിയത്. അതിനുശേഷം ഞങ്ങൾ നിരന്തരം പ്രാക്ടീസ് കൊടുത്ത് നല്ല ഭംഗിയായി അവർ കളിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി ഓണം. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഋന്നുശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.